ഹലോ, ഇന്ന് ബീറ്റ്റൂട്ടും ബ്രെഡും കൊണ്ടൊരു സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 ബ്രെഡാണ്. 6 ബ്രെഡിൻ്റെയും 4 സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബ്രെഡിനെ വീണ്ടും നമ്മൾ ഒരു ബ്രെഡിനെ 4 പീസാക്കത്തക്ക രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വയ്ക്കാം. പാനിലേക്ക് ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ബ്രെഡ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഓരോന്നായി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ, രണ്ട് സൈഡും ഷാലോ ഫ്രൈ ആക്കി എടുക്കട്ടെ. ഓവറായിട്ടൊന്നും നമുക്ക് കുക്കായി വരണ്ട, ഷാലോ ഫ്രൈ മാത്രം മതി. അപ്പോൾ എല്ലാം നല്ലതുപോലെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും കൂടെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റാം. അതേ പാനിൽ തന്നെ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് അളവിൽ ബീറ്റ്റൂട്ടാണ്. അപ്പോൾ നല്ല തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ആ ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ഒരു ബീറ്റ്റൂട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം, ഒരു 5 മിനിറ്റ് നേരം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. നല്ലതുപോലെ വഴറ്റി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സാക്കുക. എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം വീണ്ടും 1 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുത്ത് അത് ഒന്ന് കുറുകി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്ന് ആ ഒരു ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ബീറ്റ്റൂട്ടൊക്കെ നല്ലതുപോലെ സോഫ്റ്റാക്കി എടുക്കാൻ, തിളപ്പിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഏകദേശം ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്, തിള വന്നിട്ടുണ്ട്, ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബീറ്റ്റൂട്ട് ഏകദേശം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. തികച്ചും ഹെൽത്തി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മധുരത്തിന് പകരം ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ സാദാ ബ്രെഡ് എടുത്തതിന് നമ്മൾ മൈദയുടെ ബ്രെഡാണല്ലോ എടുത്തിരിക്കുന്നത്, അതിന് പകരം നമ്മൾ സാധാരണ ബ്രൗൺ ബ്രെഡോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി ആ ഒരു മധുരം ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ അളവിനാണ്. അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇത് കൂടിയും കുറയും ഒന്നും വേണ്ട കേട്ടോ. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് വീണ്ടും കുറയ്ക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് ആ ഒരു മധുരം എല്ലാവർക്കും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായി വന്ന് നമ്മുടെ ബീറ്റ്റൂട്ടിലൊക്കെ പിടിക്കുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നീട് അതിലേക്ക് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്തിരിക്കുന്ന നമ്മുടെ ബ്രെഡും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം എന്ത് ചെയ്യുക, ബ്രെഡാണെങ്കിൽ നമ്മൾ വെള്ളത്തിനെ വലിച്ചെടുക്കുമല്ലോ, അങ്ങനെ നമുക്ക് വെള്ളമെല്ലാം അതിലേക്കായി ബ്രെഡ് നല്ലതുപോലെ കുതിരാൻ തുടങ്ങും. കുതിരാത്ത ബ്രെഡൊക്കെ നല്ലത് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ഈവനായിട്ട് ആക്കിയെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഹൽവ പരുവായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു റെസിപ്പിയായി കിട്ടുന്നത്. ഒരു ഹൽവ തന്നെയാണ്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് നെയ്യിലൊന്നും വറുത്തതല്ല, കാരണം ഓൾറെഡി നമ്മൾ 2 വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തുകൊണ്ട് കൂടുതൽ ചേർക്കുന്നില്ല. അപ്പോൾ നല്ലപോലെ നെയ്യ് തെളിഞ്ഞു വന്നിട്ടുണ്ടല്ലോ. പിന്നെ ലാസ്റ്റ് കുറച്ച് 1/2 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട, ഇടയ്ക്ക് കടിക്കുന്ന ഒരു ടേസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടും പിന്നെന്താണ് നമ്മുടെ ബ്രെഡും കൊണ്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി, നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു കേക്കിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നട്ട്സും കുറച്ച് വെളുത്തുള്ളിയും കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. എണ്ണയോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. കാരണം ഇതിനകത്ത് ഓൾറെഡി എണ്ണയും നെയ്യൊക്കെ നെയ്യ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഇതൊന്ന് സെറ്റാക്കി കൊടുത്ത് ചൂടോട് കൂടി തന്നെ ഒഴിച്ച് സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കട്ട് ചെയ്തും കൂടെ ഞാൻ കാണിച്ചു തരാം. വളരെ സോഫ്റ്റാണ്. സോഫ്റ്റ് മാത്രമല്ല, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ടാക്കി വെക്കുന്നതേ കാണത്തുള്ളൂ, അപ്പോൾ തന്നെ പാത്രം കാലിയാവും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.